ഞാൻ പറഞ്ഞല്ലോ 2 മാസം മുമ്പ് അപകടകരമായ അവസ്ഥയാണ്. ഏത് നിമിഷവും പുലിയായാലും കടുവയായാലും ചാടി വീഴുന്ന സാഹചര്യമുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയിലാണുള്ളത്. എപ്പോൾ വേണമെങ്കിൽ അപകടം സംഭവിക്കാം എന്ന് ഞാൻ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നിയമസഭയിൽ. ആ നിയമസഭയിൽ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞു. ആ 2 മാസത്തിനിടയിൽ തന്നെ നിർഭാഗ്യകരമായ കാര്യം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ വീഴ്ച വന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ആ വീഴ്ച വന്നത് അത് അംഗീകരിച്ചേ പറ്റൂ. അത് ആരും മേലെ ചുമലിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇനി എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക, ഇനി ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഇല്ലാതിരിക്കുക, മനുഷ്യജീവന് അപകടം പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക, അതിനുവേണ്ടിയുള്ള അടിയന്തര ഇടപെടലാണ് വേണ്ടത്. ആ ഇടപെടലിന് വിഘാതമുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാക്കരുത് എന്നാണ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് അന്ന് കത്തയച്ചിരുന്നു. ഇവിടുത്തെ DFO അന്ന് കൂട് സ്ഥാപിക്കണമെന്ന് അദ്ദേഹത്തിന്റെ പെർമിഷൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അന്ന് അത് അനുമതി പോലും ലഭ്യമാക്കിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൂടിന്റെ കാര്യത്തിൽ മമ്പാട് പുലി ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നിയമസഭയിൽ പറഞ്ഞു. മന്ത്രിയോട് ഞാൻ സംസാരിച്ചു. കൂടിന്റെ അഭാവമുണ്ട്. അത് ആകെ 1-2 കൂടുകളാണ് ഈ DFOയുടെ കീഴിലുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി കൂടുതൽ കൂടുകൾ എത്തിക്കാനുള്ള സൌകര്യം ഉണ്ടാവണം, അതുപോലെ തന്നെ ക്യാമറകൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ വനവകുപ്പ് മന്ത്രിയായാലും ഗവൺമെന്റ് ആയാലും അതിനകത്ത് പോസിറ്റീവായിട്ട് സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ വളരെ പരിമിതമാണ്, വളരെ വലിയ ഏരിയയാണ്. ഏതാണ്ട് 50ഓളം ക്യാമറ വെക്കണമെന്നാണ് പറയുന്നത്, എല്ലാ ഭാഗവും കവർ ചെയ്യണമെങ്കിൽ. ഇപ്പൊ പറയുന്നത് വനവകുപ്പ് 50 എന്ന് പറയുന്നെങ്കിലും അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത് ഏതാണ്ട് 20ഓളം ക്യാമറകൾ മാത്രമാണ് ഇതിനകം സ്ഥാപിച്ചിട്ടുള്ളത്. 2 കൂടും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ പരിചയമുള്ളവർക്ക് അറിയാം, ഇത് സൈലന്റ് വാലിയോട് തൊട്ട് കിടക്കുന്ന പ്രദേശമാണ്. കരുവാരക്കുണ്ട് പഞ്ചായത്ത്, കാളികാവ് പഞ്ചായത്ത്, ചോക്കാട് പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തും വളരെ തൊട്ട് കിടക്കുന്നതാണ്. ഈ വന്യമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 3 പഞ്ചായത്ത്, അവർക്ക് പഞ്ചായത്തിന്റെ വേർതിരിവില്ലല്ലോ. 1-2 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്തിലെത്തി, 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ അതിനടുത്ത പഞ്ചായത്തിലെത്തി. അപ്പോൾ പരസ്പരം നടന്നു നീങ്ങാവുന്ന സൌകര്യമുള്ള വനമേഖലയും അതുപോലെ തന്നെ ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മാസം മുമ്പ് ഒരു കടുവയെ കണ്ടു എന്ന് പറയുമ്പോൾ അന്വേഷണം നടത്തി ഒരാഴ്ച തെരഞ്ഞ് അതോടുകൂടി അവസാനിപ്പിക്കുകയല്ല, മറിച്ച് ആ കടുവയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി ആ കടുവയെ കണ്ടെത്തിയിരുന്നെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആ കടുവ അല്ല എങ്കിൽ പോലും അന്വേഷണത്തിന്റെ തെരച്ചിലിനിടയിൽ കൂടുതൽ മൃഗങ്ങളെ കണ്ടെത്തുവാനും പിടിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് വീഴ്ച വരുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, അത് ഗവൺമെന്റിന്റെ കാര്യമാണ്. ഏത് സാഹചര്യത്തിലാണ് സ്ഥലം മാറ്റിയത് എനിക്കറിയില്ല. സ്ഥലം മാറ്റിയ സാഹചര്യം ഏതാണെന്ന് ഗവൺമെന്റാണ് വ്യക്തമാക്കേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായ വിവരമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും വലിയൊരു ഓപ്പറേഷന് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ആളില്ലാതെ, നായകനില്ലാതെ മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവരുത്. അത് ഗവൺമെന്റ് ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിന്റെ ഒരു ആകെ തുക എന്താണ്, ഒരു വികാരം എന്താണ്? ഞാൻ സർവകക്ഷി യോഗം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. അതിനകത്ത് ഇന്നത്തെ ഒരു സാഹചര്യം, ആ പ്രദേശത്ത് ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്, ആ പ്രദേശത്ത് എസ്റ്റേറ്റ് തൊഴിലാളികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന അന്നന്ന് കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ടാപ്പിങ്ങിന് പോകാൻ കഴിയില്ല, എസ്റ്റേറ്റിലേക്ക് തൊഴിലെടുക്കാൻ പോകാൻ കഴിയില്ല. അപ്പോൾ അവരെത്ര പേര് ഉണ്ടെന്ന് കണ്ടെത്താനും അവർക്ക് ഗവൺമെന്റിനോട് ഫ്രീ റേഷൻ നൽകാനും ഞങ്ങൾ യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് സമയം എടുക്കുമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ഞങ്ങളെല്ലാം കൂടിക്കൊണ്ട് തന്നെ അവർക്ക് റേഷൻ സംവിധാനം നൽകാനുള്ള തീരുമാനം ഞങ്ങൾ എടുക്കും. അവർക്ക് ആവശ്യത്തിന് ഭക്ഷണ കിറ്റ് നൽകുന്നുള്ള നടപടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിക്കാട് വെട്ടുക എന്നുള്ളതാണ്. അവിടെ ആനയ്ക്ക് പോലും മറിഞ്ഞിരിക്കാൻ കഴിയുന്ന രീതിയിൽ ഉയർന്ന കാടുകളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതൊക്കെ പ്രൈവറ്റ് ലാൻഡാണ് ഉള്ളത്. ആ പ്രൈവറ്റ് ലാൻഡിലെ ഓണർമാർക്ക് ഇന്ന് തന്നെ നോട്ടീസ് അയക്കാനും അവരെ നേരിട്ട് കണ്ട് എത്രയും പെട്ടെന്ന് കാട് വെട്ടിത്തെളിയിക്കാനും ഉള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. യോഗത്തിന്റെ ഭാഗമായി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിന് ഏതാണ്ട് 14 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 20 ലക്ഷം രൂപയുടെ ബാധ്യത തന്നെ ആ കുടുംബത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 20 ലക്ഷം വരെയെങ്കിലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം എന്ന് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഫോറസ്റ്റ് നടത്തുന്ന, വനവകുപ്പ് നടത്തുന്ന ഈ തെരച്ചിലിന് വേണ്ട സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്ത് ഏത് രീതിയിലാണോ വേണ്ടത്, ആ ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ആ സപ്പോർട്ട് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത സമയത്ത് DFO തന്നെ പറഞ്ഞത് വൈകുന്നേരത്തിനകം തന്നെ കൃത്യമായ സൂചന ലഭിക്കുന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് 1 മണിക്കൂറിനകം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ട്രാൻസ്പോർട്ട് അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഗവൺമെന്റ് കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിനകത്ത് നാഥനില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകരുത്. അത് ഗവൺമെന്റ് ചെയ്ത് ശരിയാണോ അല്ലെന്ന് ഗവൺമെന്റ് പരിശോധിക്കണം.